പഴയ ഓർമ്മകളും പഴയ ഫാമിലി ഫാക്ടറും എല്ലാം കൊടുത്തിരിക്കുന്നത്. യൂത്ത് ഇതെങ്ങനെ അംഗീകരിക്കും എന്നുള്ളത് പറയാൻ പറ്റില്ല. യൂത്തിന് കണക്ട് ആവും. എനിക്ക് ഓക്കെയാണ്, ബാക്കിയുള്ളവരാരും എനിക്കറിയാം. വലിയ സൂപ്പർ സ്റ്റാറുകളൊന്നും ഇല്ലാതെ ചെറിയ ബഡ്ജറ്റിലെടുത്ത ഒരു നല്ലൊരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. യാദൃശ്ചികമായി സംഭവിച്ചു പോകുന്ന ഒരു ഇൻസിഡൻറ്റിനെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ആ ലൊക്കേഷനും ഒക്കെ നന്നായിട്ട് സൂചിക്കുന്നുണ്ട്. നിരാശയോടാണ് ഞാൻ ഇറങ്ങിയത്, മറ്റുള്ളവരുടെ കാര്യം അറിഞ്ഞൂടാം. കൊള്ളാം, നല്ലൊരു മെസ്സേജാണ്. കാണാനും കൊള്ളാം, കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാം. അഭിനയം എല്ലാവരെയും നല്ല അഭിനയമായിട്ടുണ്ട്. ഫിലിം നല്ല ഫിലിമാണ്, പക്ഷെ കുറച്ച് ബോറടി, കാണികൾക്ക് കുറച്ച് ബോറടിയായി പോയി, അത്രേ ഉള്ളൂ. മെസ്സേജ് അല്ല, എന്നാലും അതൊരു നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സംഭവിച്ചു പോകുന്നൊരു അവസ്ഥയെക്കുറിച്ച്, ഒരാൾക്ക് ജീവിതത്തിൽ സംഭവിച്ചു പോകുന്നൊരു അവസ്ഥകളെക്കുറിച്ചുള്ളൊരു നന്നായിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാവരും നല്ല കഥാപാത്രങ്ങൾ, 3 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായിട്ട് വിജയരാഘവനും കലാഭവൻ ഷാജോണും മറ്റേ പ്രതാപോത്തിനും ഒക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സംഭവിച്ചു പോകാം, നമ്മുടെ ജീവിതത്തിൽ യാദൃശ്ചികമായി സംഭവിച്ചു പോകുന്ന ഒരു ഇൻസിഡൻറ്റിനെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ആ ലൊക്കേഷനും ഒക്കെ നന്നായിട്ട് സൂചിക്കുന്നുണ്ട്. എല്ലാവർക്കും ആവറേജും അഭിനയം, എന്നാലും ബോറടിക്കത്തില്ല. ഒരു ഫാമിലി എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. യൂത്തിന് കണക്റ്റ് ആവാൻ എത്രത്തോളം ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് തോന്നുന്നില്ല. അത് പഴയ ഓർമ്മകളും പഴയ ഫാമിലി ഫാക്ടറും എല്ലാം കൊടുത്തിരിക്കുന്നത്. യൂത്ത് ഇതെങ്ങനെ അംഗീകരിക്കും എന്നുള്ളത് പറയാൻ പറ്റില്ല. കൊള്ളാം, നൈസായിരുന്നു. ഒരു ഫാമിലി ബാക്കപ്പ് സ്റ്റോറിയാണ്. കൊള്ളാം, കുഴപ്പമില്ല. ഔസേപ്പ് കുഴപ്പമില്ല, അഭിനയം വലിയ തെറ്റില്ല, നല്ല ഒരു പിക്ചറാണ്, കണ്ടിരിക്കാനുള്ളതുണ്ട്, ബോറിംഗ് ഇല്ല. കുഴപ്പമില്ല, ഒരു ടച്ചിങ് സ്റ്റോറി, നല്ല മെസ്സേജ് അല്ല, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മൂവി. യൂത്തിനെ കണക്ട് ആണെന്ന് ചോദിച്ചില്ല. കുഴപ്പമില്ല, കണ്ടിരിക്കാം. അഭിനയമൊക്കെ നല്ല നൈസായിരുന്നു. മെസ്സേജൊക്കെ ഉണ്ട്, കാണാം. ഒരു 1 ടൈം വാച്ച് എന്നൊക്കെ പറയാം. യൂത്തിന് കണക്ട് ആവും. എനിക്ക് ഓക്കെയാണ്, ബാക്കിയുള്ളവരാരും എനിക്കറിയാം. കൊള്ളാം, നല്ല പടം. കുഴപ്പമില്ലാത്തൊരു പടമാണ്. വലിയ സൂപ്പർ സ്റ്റാറുകളൊന്നും ഇല്ലാതെ ചെറിയ ബഡ്ജറ്റിലെടുത്ത ഒരു നല്ലൊരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. ലൊക്കേഷനൊക്കെ വളരെ ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ടോപ്പ് ഫിഗർ ടോപ്പല്ല, ഈ ഇങ്ങനൊരു ക്യാരക്ടർ, പിന്നെ ടോട്ടൽ എബിലൻറ്റ്. പടം നല്ല പടമാണ്. കിഷ്കിന്ദ കാണ്ഡംയുടെ ഒരു ഫ്ലേവറല്ലേ, ആ ഒരു ഫ്ലേവറുണ്ട്. കൊള്ളാം, നല്ല പടമാണ്, കണ്ടുകൊണ്ടിരിക്കുക. അഭിനയം ഷാജോണും ദിലീഷ് പോത്തനും. പിന്നെ അറിയാലോ, ദിലീഷ് പോത്തൻ ഇപ്പോൾ ഏത് പടം എടുത്താലും ഒരുവിധം നല്ല കഥയും എൻ്റർടൈനിങ്ങുമാണ്. നമ്മൾ ആ ഒരു ഫ്ലോയിൽ പോകുന്നുണ്ട്. കൊള്ളാം, നല്ല കഥയാണ്. വലിയ റോളില്ല, പക്ഷെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. മെസ്സേജുണ്ട്, കുറച്ച് കുടുംബസ്നേഹം, ബോണ്ടിങ്, അതിൻ്റെ കാര്യമുണ്ട്. ഇടയ്ക്ക് ഉണ്ടാവുന്ന കോൺഫ്ലിക്ട്സ് ലേറ്റർ അവർ തിരിച്ചറിയുന്നു, റീയുണൈറ്റ് ആവുന്നു, അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഔസേപ്പ് ഒരു അതൊരു ആവറേജ് സിനിമ എന്ന് പറയുമ്പോൾ കഥയൊക്കെ നല്ലതാണ്. ഈ പറഞ്ഞ പോലെ ഈ സിനിമയിലും ഈ പറഞ്ഞ പോലെ അച്ഛനമ്മമാരുടെ സ്വത്തിന് താല്പര്യമുള്ള മക്കൾ, നാരായണീൻ്റെ 3 ആൺമക്കളെന്നൊക്കെ ആ സിനിമയിൽ ഇതൊക്കെയാണ് കാണിക്കുന്നത്. അതേപോലെ ഒരു സ്വത്തിന് ആഗ്രഹിക്കുന്ന മക്കൾ. സിനിമയുടെ ഏറ്റവും മെജോറിറ്റി ഷാജോണിൻ്റെയും ദിലീഷ് പോത്തൻ്റെയും പെർഫോമൻസാണ് ഈ സിനിമയിൽ അധികവും. പിന്നെ നമ്മുടെ വിജയരാഘവനുണ്ട്. ഞാൻ വിചാരിച്ചു ചിലപ്പോൾ കിഷ്കിന്ദ കാണ്ഡത്തിലെ പോലുള്ള അതുപോലെ എന്തെങ്കിലും പെർഫോമൻസ് കാണുമെന്ന് തോന്നി. പക്ഷേ അദ്ദേഹത്തിന് അത്രത്തോളം പെർഫോം ചെയ്യാനില്ല. പിന്നെ സരിനുണ്ട്, ലെനയുണ്ട്, പിന്നെ നമ്മുടെ ഷാജോണും ദിലീഷ് പോത്തനാണ് ഈ സിനിമയുടെ ഒരു 90% അവരുടെ പെർഫോമൻസ് കൊണ്ട് പോകുന്ന സിനിമയാണ്. പിന്നെ സിനിമ ഫസ്റ്റ് ഹാഫ് വരെ വളരെ നല്ല സ്മൂത്തായിട്ട് ഒഴുക്കോട് പോകുന്ന സിനിമ. പിന്നെ സിനിമ എങ്ങനെയോ ആ സിനിമ എവിടെയെങ്കിലുമൊക്കെ ഇടിച്ച് നിർത്തണമല്ല, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു സെക്കൻഡ് ഹാഫ്. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കും. ഒരു ക്രൈം നടക്കും സിനിമയിൽ, പക്ഷേ ആ ക്രൈം നമ്മൾ പ്രേക്ഷകനായ ആൾക്കാർക്ക് അത് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ, അതിനെ മറയ്ക്കാൻ വേണ്ടി, അതിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കഥാപാത്രങ്ങളുടെ ഇത്. പിന്നെ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ കനീകുസൃതി വരുന്നുണ്ട്. പക്ഷേ ഈ ഇൻവെസ്റ്റിഗേഷൻ പെട്ടെന്ന് ഒരു തരിമ്പ് പോലും ഒരു രസമില്ലാത്ത ഭാഗമാണ്. അതെന്തോ ഒരു വൾഗറായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട് ആ കഥ. പിന്നെ നമ്മൾ ആ ഒരു സെക്കൻഡ് ഹാഫ് നമുക്ക് നന്നായിട്ട് ഒരു വെറുപ്പീര് ആയിട്ട് പറയും. അതിനെ കാണാൻ മാത്രം മൊത്തത്തിൽ സിനിമ ഭയങ്കര നല്ലതെന്ന് പറയാൻ പറ്റില്ല, കണക്റ്റ് ആവില്ല. അമ്മായൊരു സിനിമ ഒരു ത്രില്ലർ പോലെയൊക്കെ എടുക്കാനൊക്കെ ശ്രമിച്ചു, പക്ഷേ ഒന്നും ഏൽക്കില്ല. അങ്ങനത്തെ ഒരു കഥയാണ് സിനിമ. നിരാശയോടാണ് ഞാൻ ഇറങ്ങിയത്, മറ്റുള്ളവരുടെ കാര്യം അറിഞ്ഞൂടാം.